നമസ്കാരം. സുപ്രീം വോയ്സ് ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പൂജവെപ്പ് ദിവസമായ തിങ്കളാഴ്ച കുമരനെല്ലൂർ കറുവണ്ണ വിഷ്ണു ശിവക്ഷേത്രത്തിൽ പെരിങ്ങോട്ട് സുബ്രഹ്മണ്യനും സംഘവും അവതരിപ്പിച്ച ഇടയ്ക്ക വിസ്മയം വാദ്യാസ്വാദകർക്ക് കുളിർമഴയായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് ഭീഷണി മുഴക്കിയ BJP അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ KPCC നിർദ്ദേശപ്രകാരം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടന്നു. വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്ര നൃത്തമണ്ഡപത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ 8ാം ദിവസം തിരുവില്ലമല മാളവിക H വാര്യർ അവതരിപ്പിച്ച ഓട്ടംതുള്ളൽ കിരാതം 1ാം ഭാഗം ഹൃദ്യമായി. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പൂജവെപ്പ് ദിവസമായ തിങ്കളാഴ്ച കുമരനെല്ലൂർ കറുവണ്ണ വിഷ്ണു ശിവക്ഷേത്രത്തിൽ പെരിങ്ങോട്ട് സുബ്രഹ്മണ്യനും സംഘവും അവതരിപ്പിച്ച ഇടയ്ക്ക വിസ്മയം വാദ്യാസ്വാദകർക്ക് കുളിർമഴയായി. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പൂജവെപ്പ് ദിവസമായ തിങ്കളാഴ്ച കുമരനെല്ലൂർ കറുവണ്ണ വിഷ്ണു ശിവക്ഷേത്രത്തിൽ പെരിങ്ങോട്ട് സുബ്രഹ്മണ്യനും സംഘവും അവതരിപ്പിച്ച ഇടയ്ക്ക വിസ്മയം വാദ്യ ആസ്വാദകർക്ക് കുളിർമഴയായി. നിരവധി ഭക്തിഗാനങ്ങൾ കോർത്തിണക്കി അവതരിപ്പിച്ച ഇടയ്ക്കവാദനം പ്രേക്ഷകർക്ക് എന്നും ഓർമ്മിക്കാവുന്ന വിരുന്നായിരുന്നു. പുസ്തകം പൂജയ്ക്ക് വയ്ക്കാനായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സരസ്വതി മണ്ഡപത്തിൽ എത്തിയത്. ക്ഷേത്രത്തിൽ നടക്കുന്ന ചുറ്റുവിളക്ക്, വിശേഷാൽ നവരാത്രി പൂജകൾക്ക് മേൽശാന്തി അനൂപ് കുട്ടഞ്ചേരിയാണ് കാർമ്മികത്വം വഹിക്കുന്നത്. മഹാനവമി ദിവസമായ ബുധനാഴ്ച വാസുദേവൻ വാളേരിയുടെ നേതൃത്വത്തിൽ ഒരു ദിവസത്തെ ദേവി ഭാഗവത ഏകാഹം നടക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് ഭീഷണി മുഴക്കിയ BJP അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ KPCC നിർദ്ദേശപ്രകാരം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് ഭീഷണി മുഴക്കിയ BJP നേതാവിനെ സംരക്ഷിക്കുന്ന CPM BJP അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ KPCCയുടെ നിർദ്ദേശപ്രകാരം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി PN വൈശാഖ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. ജയൻ മംഗലം, MH ഷാനവാസ്, ഹരി നമ്പലാട്ട്, സിന്ധു സുബ്രഹ്മണ്യൻ, VG സുരേഷ് കുമാർ, ജോസഫ് ചുങ്കത്ത്, PS രാധാകൃഷ്ണൻ, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, KK അബൂബക്കർ, ബിജു കൃഷ്ണൻ, CR രാധാകൃഷ്ണൻ, ഷിബി പൂമല, ഫിലിപ്പ് ജേക്കബ്, AK പീതാംബരൻ, NJ അഗസ്റ്റിൻ, PV ഹസനാർ, PS റഫീഖ്, അഷറഫ് കരിമത്ര, ജോസ് മണി പുത്തൂർ, ET ബിജു എന്നിവർ പ്രസംഗിച്ചു. പ്രകടനത്തിന് TP ഗിരീശൻ, KA മഹേഷ്, സേവ്യർ മേസൺ, OR രാമചന്ദ്രൻ, അബ്ദുറഹിമാൻ മങ്കര എന്നിവർ നേതൃത്വം നൽകി. രാഹുൽ ഗാന്ധിയെ വെടിവെച്ചു കൊല്ലാൻ ആഹ്വാനം ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് സംസ്ഥാനത്തുടനീളം ഇതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇതുപോലെ ധാർമ്മിക സമരം നടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഏത് സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ BJPയുടെ ഒരു നേതാവ് ഇതുപോലെ ഒരു കലാപാഹ്വാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന്. വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്ര നൃത്തമണ്ഡപത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ 8ാം ദിവസം തിരുവില്ലമല മാളവിക H വാര്യർ അവതരിപ്പിച്ച ഓട്ടംതുള്ളൽ കിരാതം 1ാം ഭാഗം ഹൃദ്യമായി. വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രം നൃത്തമണ്ഡപത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ 8ാം ദിവസം തിരുവില്ലമല മാളവിക H വാര്യർ അവതരിപ്പിച്ച ഓട്ടംതുള്ളൽ കിരാതം 1ാം ഭാഗം ആസ്വാദകർക്ക് ഹൃദ്യമായി. നന്ദകുമാർ, മഹേശ്വർ H വാര്യർ എന്നിവർ പാട്ടാലപിച്ചു. കലാമണ്ഡലം കൃഷ്ണപ്രസാദ് മൃദംഗം വായിച്ചു. ഡോക്ടർ നാരായണൻ ക്ഷേത്ര സമിതിയുടെ മൊമെന്റോ സമ്മാനിച്ചു. മാരിയമ്മൻ കോവിൽ നവരാത്രി മണ്ഡപത്തിൽ സൈബുന്നി സഹാൻ നേതൃത്വത്തിൽ കലാമണ്ഡലം ഹൈദരാലി സംഗീത വിദ്യാലയത്തിലെ അംഗങ്ങൾ സംഗീതാർച്ചന നടത്തി. മാരിയമ്മൻ കോവിൽ നവരാത്രി മണ്ഡപത്തിൽ സൈബുന്നിസഖാന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലം ഹൈദരാലി സംഗീത വിദ്യാലയത്തിലെ അംഗങ്ങൾ സംഗീതാർച്ചന നടത്തി. പിന്നണിയിൽ മനോജ് സങ്കീർത്തനം മൃദംഗവും അതുല്യ വയലിനും വായിച്ചു. എരുമപ്പെട്ടി കരിയന്നൂരിൽ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതരമായി പരിക്കുപറ്റി. കരിയന്നൂർ പുത്തൂർ വീട്ടിൽ വർഗീസിനാണ് പരിക്ക് പറ്റിയത്. കരിയന്നൂർ പാടശേഖരത്തിന് സമീപമാണ് അപകടമുണ്ടായത്. കാലിനും തലയ്ക്കും സാരമായി പരിക്കേറ്റ വർഗീസിനെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 33.5 ഗ്രാം MDMA-യുമായി വധശ്രമ കേസിലെ പ്രതി അഖിലും യുവതിയും പിടിയിൽ.
മാരക രാസലഹരിയായ 33 ഗ്രാം MDMA-യുമായി എടത്തിരുത്തി സ്വദേശി കൊല്ലാറ വീട്ടിൽ അഖിൽ, പെരിഞ്ഞനം സ്വദേശി വലിയകത്ത് വീട്ടിൽ ഫസീല എന്നിവരെയാണ് തളിക്കുളത്തുള്ള ഫ്ളാറ്റിൽ നിന്നും പിടികൂടിയത്. അഖിൽ കാട്ടൂർ മതിലകം പോലീസ് സ്റ്റേഷൻ പരിധികളിലെ 2 വധശ്രമ കേസിലും മദ്യലഹരിയിൽ മനുഷ്യജീവനെ അപകടം വരത്തക്ക വിധം വാഹനമോടിച്ച കേസിലും പ്രതിയാണ്. ഇടവേള. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് കണ്ണടകളും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ കണ്ണടകളും കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ട സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭ്യമാണ്. ജോൺസൺസ് കണ്ണട വ്യാപാരം, ഓപ്പോസിറ്റ് ഡിവൈൻ ഹോസ്പിറ്റൽ, വടക്കാഞ്ചേരി. ഫോൺ 0488423007 9496347407. തിരികെ വാർത്തകളിലേക്ക്. മുണ്ടത്തിക്കോട് പാതിരാക്കോട്ട് ക്ഷേത്രത്തിൽ പൂജവെപ്പ് ഭക്തിസാന്ദ്രമായി. മുണ്ടത്തിക്കോട് പാതിരാക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ പൂജവെപ്പ് ഭക്തിസാന്ദ്രമായി. നവരാത്രി മണ്ഡപത്തിലെ പ്രത്യേക പൂജകൾക്ക് മേൽശാന്തി അനീഷ് കൈലാസം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കണ്ണകി മാതൃസമിതി അംഗങ്ങളുടെ നാമസങ്കീർത്തനം ഭക്തി നിർഭരമായി. പുസ്തകക്കെട്ടുകൾ മണ്ഡപത്തിൽ നിറഞ്ഞു കവിഞ്ഞത് ഇക്കൊല്ലത്തെ പ്രത്യേകതയായിരുന്നു. 2-ാം തീയതി 9 മണി മുതൽ കുട്ടികളെ ആദ്യാക്ഷരം കുറിക്കുന്നത് ശ്രീദേവി അമ്പലപുരം, ഡോക്ടർ ജ്യോതി ടീച്ചർ, ബി രാമചന്ദ്രൻ നായർ എന്നിവരാണ്. വടക്കാഞ്ചേരി ഓട്ടുപാറ കേന്ദ്രീകരിച്ചുള്ള കോൺഗ്രസ് നേതാക്കളുടെ സാമ്പത്തിക തട്ടിപ്പിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കുക എന്ന മുദ്രാവാക്യവുമായി DYFI ജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ തുടർച്ചയായി സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ ഉയർന്നു വരുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് DYFI ഓട്ടുപാറ വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ ജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചു. DYFI വടക്കാഞ്ചേരി ഓട്ടുപാറ മേഖലാ കമ്മിറ്റികൾ സംഘടിപ്പിച്ച ജാഗ്രതാ സംഗമം DYFI മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MJ ബിനോയ് ഉദ്ഘാടനം ചെയ്തു. DYFI ഓട്ടുപാറ മേഖലാ സെക്രട്ടറി അഹമ്മദ് സിജത്ത് അധ്യക്ഷത വഹിച്ചു. DYFI ബ്ലോക്ക് ട്രഷറർ AD അജി, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മഹേഷ് M മോഹനൻ, വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് സുഷി ജിംസൺ, ഓട്ടുപാറ മേഖലാ ട്രഷറർ PR ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. DYFI വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി MR അനന്തു സ്വാഗതവും ബ്ലോക്ക് കമ്മിറ്റി അംഗം അജയ് മോഹൻ നന്ദിയും പറഞ്ഞു. കായിക മാമാങ്കത്തിന് തുടക്കമിട്ട് മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂൾ. കായിക മാമാങ്കത്തിന് തുടക്കമിട്ട് മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികളുടെ വിവിധ ഗ്രൂപ്പുകളുടെ മാർച്ച് പാസ്റ്റോടുകൂടി കായിക മാമാങ്കത്തിന് തുടക്കമിട്ടു. സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി GP ശ്രേയസ്, പ്രധാന അധ്യാപിക ശ്രീമതി വീണ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. മുളങ്കുന്നത്തുകാവ് SI ശ്രീ ഷാജി കായിക മാമാങ്കം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ എക്സിക്യൂട്ടീവ് അംഗങ്ങളും കായിക മാമാങ്കത്തിൽ പങ്കെടുത്തു. തുടർന്ന് കായിക അധ്യാപകൻ അച്ചുമാഷിന്റെ നേതൃത്വത്തിൽ നടന്ന മത്സര ഇനങ്ങളിൽ കുട്ടികൾ വളരെ ആവേശത്തോടെ തന്നെ പങ്കെടുത്തു. ജവഹർ ബൽബഞ്ച് തൃശൂർ ജില്ലാ നേതൃത്വ യോഗവും ജില്ലാ കോർഡിനേറ്റർമാരുടെ സ്ഥാനാരോഹണവും DCC ഓഫീസിൽ ജവഹർ ബൽബഞ്ച് സംസ്ഥാന ചെയർമാൻ സുരേഷ് K കരു ഉദ്ഘാടനം ചെയ്തു. ജവഹർ ബാൽമഞ്ച് തൃശൂർ ജില്ലാ നേതൃത്വ യോഗവും ജില്ലാ കോർഡിനേറ്റർമാരുടെ സ്ഥാനാരോഹണവും DCC ഓഫീസിൽ ജവഹർ ബാൽമഞ്ച് സംസ്ഥാന ചെയർമാൻ സുരേഷ് K കരുൺ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ വരും തലമുറയെ ലഹരിമുക്ത ജനതയാക്കി മാറ്റുവാനും പൗരബോധമുള്ള യുവാക്കളെ വാർത്തെടുക്കുവാനും ജവഹർ ബാൽമഞ്ചിന് സാധിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് N ഗിരീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ കോർഡിനേറ്റർമാരായ MM അബൂബക്കർ, ഷോബി ഫ്രാൻസിസ്, സുസ്മിത് കരുൺ, ജോൺ നിതിൻ തോമസ്, PH മുഹമ്മദ് റഷീദ്, സന്ദീപ് സഹദേവൻ, വറീദ് ചിറ്റലപ്പള്ളി, സജീവൻ നടത്തറ തുടങ്ങിയവർ സത്യവാചകം ചൊല്ലി സ്ഥാനമേറ്റു. ചടങ്ങിൽ ബ്ലോക്ക് ചെയർമാൻമാർ, സംസ്ഥാന ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. MM അബൂബക്കർ സ്വാഗതവും ഷോബി ഫ്രാൻസിസ് നന്ദിയും പറഞ്ഞു. വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ പുതിയ ആധുനിക വിസ്തൃതമായ വ്യാപാര ഭവൻ ഒക്ടോബർ 2 വൈകിട്ട് 5:30 കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഭദ്രം പ്ലസ് അംഗമായ ഉണ്ണികൃഷ്ണന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകും. ഭദ്രം പദ്ധതിയിൽ അംഗമായവരുടെ മക്കൾക്ക് വിവാഹ ധനസഹായവും 3 പേർക്ക് ചികിത്സാ ധനസഹായവും നൽകും. പുതിയ വ്യാപാര ഭവന് വേണ്ടി പ്രയത്നിച്ച എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് മൊമെന്റോ നൽകി ആദരിക്കും. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ ട്രഷറർ മൂത്തേടൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചടങ്ങിൽ തൃശൂർ ജില്ലയിൽ 55 കോടിയിൽ പരം രൂപ ഭദ്രം പ്ലസ് എന്നീ പദ്ധതികൾ കൂടിയും ചികിത്സാ ധനസഹായവും കിഡ്നി മാറ്റിവയ്ക്കൽ ധനസഹായവും ഡയാലിസിസിന് ധനസഹായവും വ്യാപാരികളുടെ മക്കൾക്ക് വിവാഹ ധനസഹായവും ആരോഗ്യ ഇൻഷുറൻസും ഷോപ്പ് ഇൻഷുറൻസ് തുടങ്ങി വ്യാപാരികളുടെ ഉന്നമനവും ക്ഷേമവും മുൻനിർത്തി ജനപ്രിയ ക്ഷേമ പരിപാടികൾ നടത്തുന്ന അബ്ദുൽ ഹമീദിനെ വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ കർമ്മവീർ പുരസ്കാരം നൽകി ആദരിക്കും. യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ്യ അധ്യക്ഷത വഹിക്കും. യൂണിറ്റ് ജനറൽ സെക്രട്ടറി
സെക്രട്ടറി PN ഗോകുലൻ സ്വാഗതം ആശംസിക്കും. നിയോജക മണ്ഡലം ചെയർമാൻ PP ജോണി പങ്കെടുക്കും. ജില്ലാ യൂത്ത് വിംഗ് പ്രസിഡന്റ് പ്രതീഷ് പോൾ, ജില്ലാ വനിതാ വിംഗ് പ്രസിഡന്റ് ഷൈന ജോർജ്, ജില്ലാ ട്രഷറർ ആലിസ് അബ്രഹാം, ട്രഷറർ PS അബ്ദുൽ സലാം, യൂത്ത് വിംഗ് പ്രസിഡന്റ് എൽദോ പോൾ, വടക്കാഞ്ചേരി വനിതാ വിംഗ് പ്രസിഡന്റ് ബിന്ദു വർഗീസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കും. ഒക്ടോബർ 2 വ്യാഴാഴ്ച 5:30 മണിക്ക് ഈ വ്യാപാര ഭവന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് അവർകളാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പ്രസ്തുത ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ, ജില്ലാ ട്രഷറർ ജോയ് മൂർത്തിയുടെ, നിയോജകമണ്ഡലം ചെയർമാൻ PP ജോണി, ജില്ലാ വനിതാ വിംഗ് ചെയർപേഴ്സൺ, അതുമാതിരി തന്നെ യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റ് എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. പ്രസ്തുത പരിപാടിയിൽ വെച്ചിട്ട് ജില്ലാ പ്രസിഡന്റിന് കർമ്മവീർ പുരസ്കാരം നൽകി ആദരിക്കുന്നു. 1 കോടി രൂപ വ്യാപാരികളുടെ ഇടയിൽ വിതരണം ചെയ്തിട്ടുണ്ട്. നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ 400-500 പേരുള്ള ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സംഘടന ഈ 2-3 കൊല്ലം കൊണ്ട് 1 കോടി രൂപ അവർക്ക് ധനസഹായമായും മരണാനന്തര സഹായമായും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഉദ്ഘാടനത്തിനോട് ബന്ധപ്പെട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സുരേന്ദ്രൻ ചെയർമാൻ ഒരു 5 ചില്ലാന ലക്ഷം രൂപയുടെ ചാരിറ്റി പ്രവർത്തനം വടക്കാഞ്ചേരി മർച്ചൻസ് അസോസിയേഷന് വേണ്ടി നടത്തുന്നുണ്ട്. വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷന്റെ 2ാമത്തെ വ്യാപാര ഭവന്റെ ഉദ്ഘാടനമാണ് ഈ ഒക്ടോബർ 2 5:30 കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ഹമീദ് അവർ നിർവഹിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വ്യാപാര സമൂഹത്തിന് ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരിക്കുന്ന ശ്രീ അബ്ദുൽ ഹമീദ് അവർക്ക് ഈ ഉദ്ഘാടന വേളയിൽ വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ കർമ്മവീർ പുരസ്കാരം നൽകിക്കൊണ്ട് ആദരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിവിധങ്ങളായ പദ്ധതികൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഭദ്രം പ്ലസ് പദ്ധതി, അതുപോലെ തന്നെ സൗഭാഗ്യനിധി പദ്ധതി, ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ. വ്യാപാര സമൂഹം അല്ലെങ്കിൽ വ്യാപാരികൾ ജീവിച്ചിരിക്കുമ്പോൾ വ്യാപാരിക്കൊപ്പവും വ്യാപാരി മരണപ്പെട്ട് കഴിഞ്ഞാൽ വ്യാപാരിയുടെ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ഒരു പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ നൽകുന്ന ആദരവിന്റെ ഭാഗമായി കർമ്മവീർ പുരസ്കാരം നൽകിക്കൊണ്ട് ആദരിക്കുകയാണ്. ഈ ചടങ്ങിലേക്ക് എല്ലാ വ്യാപാരി സുഹൃത്തുക്കളെയും പത്രമാധ്യമ സുഹൃത്തുക്കളെയും തൊഴിലാളി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. വ്യാപാരി സമൂഹത്തിന്റെ ചിരകാല സ്വപ്നമായ ഈ വ്യാപാര ഭവന്റെ ഉദ്ഘാടനം ഈ 2-ാം തീയതിയാണ് നടക്കുന്നത്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിവസമാണ് ഇവിടെ നടക്കുന്നത്. ഈ വേളയിൽ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ആണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഈ സദസ്സിൽ ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുള്ള ഭദ്രത്തിന്റെ ഒരു മരണാനന്തര സഹായവും അതേപോലെ തന്നെ ചികിത്സാ സഹായം കൊടുക്കുന്നുണ്ട്. 3 ആൾക്ക് ചികിത്സാ സഹായവും അതേപോലെ തന്നെ മകളുടെ വിവാഹം, ഒരു വ്യാപാരിയുടെ മകളുടെ വിവാഹം ഉണ്ടെങ്കിൽ അതിന് 1 ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു സംഗതി കൂടി നമ്മുടെ വ്യാപാര ഭവനിൽ നടക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ ഈ വടക്കാഞ്ചേരി വ്യാപാര മേഖലയിലേക്ക് എല്ലാ ബിൽഡിങ്ങുകളും കടകളും ഇൻഷൂർ ചെയ്യുന്ന പ്രോഗ്രാമുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുള്ള എല്ലാ വ്യാപാരിക്ക് ഉന്നമനത്തിനായിട്ടും വ്യാപാരിയെ സുരക്ഷിതമാക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് വ്യാപാര ഭവനും അതേപോലെ വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷനും ശക്തമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പൂജവെപ്പ് ദിവസമായ തിങ്കളാഴ്ച കുമരനെല്ലൂർ കറുവണ്ണ വിഷ്ണു ശിവക്ഷേത്രത്തിൽ പെരിങ്ങോട്ട് സുബ്രഹ്മണ്യനും സംഘവും അവതരിപ്പിച്ച ഇടയ്ക്ക വിസ്മയം വാദ്യാസ്വാദകർക്ക് കുളിർമഴയായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് ഭീഷണി മുഴക്കിയ BJP അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ KPCC നിർദ്ദേശപ്രകാരം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടന്നു. വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്ര നൃത്തമണ്ഡപത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ 8ാം ദിവസം തിരുവില്ലമല മാളവിക H വാര്യർ അവതരിപ്പിച്ച ഓട്ടംതുള്ളൽ കിരാതം 1ാം ഭാഗം ഹൃദ്യമായി. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.